ഇതുപോലെ 1,40,000 രൂപ. ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് പെരുമ്പാവൂരാണ്. പെരുമ്പാവൂർ ടൗണില് എവിടെയാ നമ്മൾ നിൽക്കണം മച്ചാമാരെ? പോത്തും മാർക്കറ്റില്. പെരുമ്പാവൂരിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഏറ്റവും വലിയ പോത്ത് എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ അത് പെരുമ്പാവൂരാൻ എടുക്കും. അതുപോലെ തടിക്കച്ചവടത്തില്, ഫുഡിന്റെ കാര്യത്തില്, അങ്ങനെ പെരുമ്പാവൂരിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. പക്ഷെ ഇന്ന് വന്നേക്കുന്നത് യുവന്മാർക്ക് ഏറ്റവും വലിയ പോത്ത് വേണം. കുറെ ദിവസങ്ങളായി ഇതിന് നോക്കിയെടുക്കണം. അപ്പൊ പെരുമ്പാവൂർ മാർക്കറ്റിലേക്ക് നമ്മൾ പോകാണ്. വാ, വലിയ പോത്തുകളുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ കച്ചവടമാണ് നടക്കണത്. ആ പോട്ടെ, വലിയ പോത്തിന്റെ അടുത്ത് നല്ല ഇതിലെ പോകാണ് കേട്ടാ. ഇതിലെ പോവാൻ പറ്റുവാ? പോവാം. അതെ, ഏറ്റവും വലിയ പോത്ത് ഇവിടെ ഒരെണ്ണം നിപ്പുണ്ട് കേട്ടാ. വലിയ പോത്ത് ഇതേ ഇവിടെ ഒരെണ്ണം നിപ്പുണ്ട്. അബ്ദുള്ള ഒന്ന് നോക്ക് ഇവിടെ. എത്ര നേരമായി വന്നിട്ട്? 1 മണിക്കൂറായി. അപ്പൊ നമ്മളിവിടെ കണ്ടേൽ ഇപ്പൊ ഏറ്റവും വലിയ പോത്തുകൾ ഓരോന്നും അബ്ദുള്ളയുടെ കയ്യിലാണ് നിൽക്കണ. എങ്ങനെയുണ്ട് കാസ്ലി? സൂപ്പർ പോത്തല്ലേ? ഒരുപാട് വലുതും ചെറുതുമായ പോത്തുകളൊക്കെ നിൽക്കല്ലേക്കാ. മഴയൊക്കെ നനഞ്ഞ അടിപൊളിയല്ലേ? അത് ഇവിടെ ഒരു മൂരി നിൽക്കാനുണ്ട് കേട്ടാ. ഈ മൂരി ആര്യാ? എന്താ വില വയ്ക്കണേ? എന്താ വില വയ്ക്കണേ? വില ഇതെന്താ വില പറഞ്ഞോ? ഇത് 1,40,000 രൂപ. ഗോൾഡാണത്. കൊടുക്കണോന്ന് ഈ ചങ്ങല കൊടുക്കും. ഇതാണ് മുതല്. പടയപ്പയാണത്. ഈ പടയപ്പ മുകളിലുള്ളതാണ്. പടയപ്പ കഴിഞ്ഞോടെ പോയി. ഇനി അതിന്റെ മുകളിലുള്ളതാണ് പറയാൻ. ഇക്കായും പവറാണ്. അവനങ്ങനെ നിൽക്കാണ്. പോത്തിന്റെ കൂട്ടല്ല കാള ചിലപ്പോൾ പെട്ടെന്ന് കുത്തും. അതുപോലെ കാലിനടിച്ചല് 2 കയറിട്ട് 2 ഭാഗത്തുനിന്ന് 2 പേര് പിടിച്ചേക്കാണ്. നമ്മുടെ മേത്തേക്ക് ചിലപ്പോ അത് വരാം. കാളയായിട്ടൊരു ചേച്ചി വന്നിട്ട്. അല്ല, കാളയല്ല, പോത്താണ്. ചേച്ചി എവിടുന്നാ വന്നേ? എവിടെ? നെല്ലായി പോത്താണ്. നെല്ലായി എവിടെയാ സ്ഥലം? പാലക്കാട്. ഒരുവിധമുള്ള സ്ഥലമൊക്കെ അറിയാം. നല്ല കിടിലം മഴ പെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഈ കാമാരോടൊപ്പം ചേർന്നേക്കാണ്. കൂടെ ഒരെണ്ണം ഇവിടെ കിട്ടി. അങ്ങനെ ചേർന്നേക്കാണ്. ഇനി കച്ചവടം നടക്കുവോ? ഉറപ്പാണ്. വില പറഞ്ഞുകൊണ്ടിരിക്കണ ഏറ്റവും വലിയ പോത്തിന്റെ വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിസ്സാര വ്യത്യാസമാണ്. 2, 3, 4 ലക്ഷം രൂപയൊക്കെയാണ് പറയണത്. കോട്ടിട്ട് കുറെ പേര് നിൽക്കുന്നുണ്ട്. കോട്ടും ഇതൊന്നുമില്ലാതെ മഴ നനഞ്ഞു മാത്രം നിൽക്കുന്നുണ്ട്. ഈ മച്ചാമാര് നിൽക്കുന്നുണ്ടാ മഴ നനഞ്ഞ്. പോത്ത് വാങ്ങിക്കണ ധൈര്യമായിട്ട്. കിട്ടിയില്ലടാ പോത്ത്? ഇതിനെയാ? ആയിക്കോട്ടെ.
അറിയില്ല, നമ്മുടെ പിള്ളേർക്ക് പോത്ത് നോക്കാൻ വേണ്ടി വന്നതാണ്. ന്യായം വില പറ. 2 രൂപ ചോദിക്കണം. 1.90 കൊടുക്കും. തെറ്റുണ്ടോ? തെറ്റൊന്നുമില്ല, പോത്ത് തെറ്റില്ല. പോത്ത് നല്ല കിടിലം പോത്താണ്, നല്ല ആമ്പുള്ള പോത്താണ്. നല്ല കൈത്തണ്ടാ ഈ തോലിയെത്തിയ മൊത്തർച്ചയാ. അനസിക്ക ഇവിടെ ഉണ്ട്. അനസിക്ക ഇപ്പൊ ഇവിടെ നിലവിലുള്ളതിൽ ഏറ്റവും വലിപ്പമുള്ള പോത്തുകൾ ഈ പോത്ത്. മറ്റൊന്ന് അങ്ങേ അറ്റത്തും നിൽക്കുന്നുണ്ട്. മൂരികളൊക്കെ നല്ലത് വന്നിട്ടുണ്ടോ? പെരുന്നാളിന് പറ്റിയതാണ് ഈ ചന്തയിൽ ഇറങ്ങിയേക്കണേ. ഈ വടി എന്തിനാ? എവിടുന്ന്? യു പി. ഇത് ഈ പോത്തുകാർക്കുള്ളതാണ്, ബെല്ലാരികൾക്കുള്ളതാണ്. ഇതിലെന്ത് വിലയൊക്കെ? 180. ഇത് ഏതാണത്? ഇത് ഏറ്റവും കൂടുതൽ ഭാരം വലിക്കുന്ന ഐറ്റം അല്ലേ? 2 കയറൊക്കെ ഇട്ട് മച്ചാ. ഈ പൂവും ഇതൊക്കെ എവിടുന്ന കിട്ടിയ? അവിടുന്ന് കൊണ്ടുവന്നാണല്ലേ? കൊടുക്കാനുള്ളതാണ്. എന്റെ പവർ ഉണ്ടല്ലോ. 2 പേരും പവറാണ് കേട്ടാ. ചായയും പവറാണ്. ഇതുണ്ടല്ലേ? ചങ്ങലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, മണിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെയല്ലേ പോത്ത്? എന്താ വില പറയണേ? ഇതിനിപ്പോ നമ്മ പുറത്തറിയണ്ടല്ലോ, 3.5 ഒക്കെ പറയും. അതിന് തരം പോലൊക്കെ ചെയ്ത് കൊടുക്കാം. നെഗോഷ്യബിൾ ആണ്. മോഹവിലാണ്. അതിന് പ്രായമില്ല, അധികം പ്രായമില്ല, ചെറുപ്പാണ്. കേറാണ്ട് എത്ര അനസേ, ഇത് ആര്യത്? ചന്തയിൽ വന്ന് കാണാനുണ്ടായിട്ട്. ഈ പെരുമ്പാവൂരുകാരുടെ പോത്ത് കച്ചവടക്കാരനാണ് നമ്മൾ കാണിക്കാൻ പോണേ. എത്ര എണ്ണം ഉണ്ട് ഇത്തവണ? 19 ഉണ്ടായി. എല്ലാം പറ്റ്. അപ്പൊ ഇനി ഒന്നുമില്ല, ഫ്രീ ആയിട്ട് നിൽക്കാണോ? 3 ഉണ്ട്. വലിപ്പം മീഡിയം. ഇന്നലെ ഏറ്റവും വലിയൊരു കാലം കേട്ടോ. അതെല്ലേ? എവിടെയാ നിക്കണത്? സ്മാരകടകളില്. ബോയ്സിന്റെ ഈ അടുത്ത വ്യാഴാഴ്ച റോഡ് ഷോ ഉണ്ടെന്ന് പറഞ്ഞു. വാഗമണിൽ നിന്ന് തന്നെയാ. അതെല്ലേ? അടിപൊളിയാണത്. ഏറ്റവും വലിയ ആളാണ്. ഏറ്റവും എന്തായാലും ഇത് കാണാൻ 5-8 കൊല്ലത്തിനടുക്ക് വെൻപാർക്ക് അത്ര വലിയ ആളാണ് വന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്തായാലും ഒന്ന് കാണാം. അത് ഉറപ്പാണോ? ഒന്ന് കാണാം. നമുക്ക് പോയി കാണണം. ഈ കച്ചവടം എങ്ങനെയുണ്ട്? നടക്കുന്നുണ്ടോ? കച്ചവടങ്ങൾ അങ്ങോട്ട് ആയി വന്നോണ്ടല്ലോ. ആളുകള് കാഴ്ചക്കാരാണ് ഇപ്പൊ നിലവിൽ നിൽക്കുന്നത്. എല്ലാം കാണാൻ വന്നേക്കണവരാണ് ഭൂരിഭാഗം. ഒരു 11 മണിയാവേണ്ട ആരും മേടിക്കില്ലേ. പോത്തിനെ വാങ്ങിക്കാൻ മാത്രല്ല, കാണാനും കൂടെ അല്ല വന്നേക്കണേ. കാണാൻ വേണ്ടി മാത്രം. കാരണം ഒരു എന്താന്ന് പറയാ, ഈ മച്ചാനെ എങ്ങനെയുണ്ട്? നീ നേരത്തെ പറഞ്ഞ മച്ചാനല്ലേ? മച്ചാന്റെ മൂരികളും പോത്തുകളൊക്കെ വന്നാ? എവിടെ? കുണ്ടനുള്ളൂ. എത്ര എണ്ണം വരാനുണ്ട്? ഇങ്ങനെ അടിപൊളിയാണ് സാധനം. മച്ചാന്റെ കൂട്ടാണ് ആള് സെറ്റാണ്. ഇതൊക്കെ എങ്ങനെയുണ്ട് മൂരി? വണ്ടി ഇതേ മാർക്കറ്റിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. അവിടുന്ന് കച്ചവടമായി പോണ്. വില കുറഞ്ഞോന്ന് ചോദിക്കാനുള്ള. പെരുമ്പാവൂർ മാർക്കറ്റിൽ വന്ന ഏറ്റവും വലിയ പോത്തിനെ ഇവര് ആഗ്രഹിച്ച് അങ്ങനെ ഏറ്റവും വലിയ പോത്തിനെ നോക്കി തന്നെ ഇവരെടുത്തേക്കാൻ ഇട്ടാ പോത്ത്. അനസ അങ്ങനെ അവസാനം നമ്മള് പോത്തിനെ പൊക്കി. ഹാപ്പിയല്ലേ? ഒന്ന് കാണിട്ടടാ പോത്തിനെ. ആ പോത്തിനെ കാണാൻ വേണ്ടി മാത്രം ആളുകൾ റോഡിൽ കൂടിയേക്കണ. ആ പോത്തിനെ കാണാൻ വേണ്ടി മാത്രമാണ് ഈ ആളുകൾ മൊത്തം ഇതിന്റെ ബാക്കിൽ തന്നെ. അതിനും മാത്രം വലിപ്പമുള്ള പോത്തായിരുന്നു പെരുമ്പാവൂര് ചന്തയിലെ. മഴയും വെയിലും ഒക്കെ ഒരുപാട് നേരം കൊണ്ടല്ല അച്ഛനെ. മഴയും വെയിലൊക്കെ കൊണ്ടില്ലേ? എടുത്ത അവസാനം നടു റോട്ടില്. എങ്ങനെയുണ്ട് മച്ചാനെ പോത്ത്? ഇടുന്നല്ലേ? പെരുന്നാളിന് ഇതാണ് എടുക്കേണ്ടത്. അണ്ണൻ എന്താ ചോദിച്ചേ? വില ലക്ഷങ്ങളാണ് അതിന്റെ വില.
എത്ര ലക്ഷങ്ങൾ കൊടുത്താലും അതിന്റെ ചുറ്റിന് കുറച്ചും പേര് നിൽക്കണുണ്ടോ. ഇത് തന്നെ എടുത്തിട്ട് പോരൂന്നുള്ള വാശിയിലായിരുന്നത്. ആളുകൾ വീണ്ടും വന്നു തുടങ്ങി. ഇതിനൊരു സൈഡിലേക്ക് മാറ്റിയിട്ടും ആളുകൾ ഈ ഒരു പോത്തിനെ മാത്രം കാണാൻ വേണ്ടി ആളുകൾ വന്നേണ്ട. ബൈക്ക് നിർത്തി വരെയും ആളുകൾ വന്ന് നോക്കിയിട്ടാ പോണേ. മാറമ്പള്ളിക്കാരെ സ്വന്താക്കിയേക്കാണ്. എന്താ നിങ്ങൾ പേരിട്ടെ? ആഹാ, ഇനി മാറമ്പള്ളിക്കാരുടെ സ്വന്തം സിക്കന്ദർ. ഒരു കയ്യടോടു കൂടി അവൻ ആ പേര് സ്വീകരിക്കട്ടെ. പെരുമ്പാവൂര് ടൗണില് ചന്തയുടെ ഫ്രണ്ടിലായിട്ടാണ് ട്ടാ സിക്കന്ദറിന് ഒരു മാല അണിയിക്കണത്. അടിപൊളി അടിപൊളി. ഒരു കൈ കൂടെ അടിച്ചേ. മാല എത്ര അവനോട് പിടിച്ചിട്ടില്ല. ഇനി ഇവനെ എവിടെ വന്നാൽ കാണാൻ പറ്റും മനസ്സേ? മാറമ്പള്ളി ടൗണിൽ വന്ന് ഇനി ആർക്കെങ്കിലും കാണണമെങ്കിൽ മാറമ്പള്ളി ടൗണിൽ വന്നാൽ മതി.